വിത്ത് ഗുണം 10 ഗുണം, വിത്ത് ഗുണം 10 ഗുണം. നമ്മുടെ വിഷയം എന്താ? നമ്മുടെ വിഷയം സമാജമുടെ വിഷയം മാതൃകാ കുടുംബം പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല എന്നാണ്. ആർക്കാണ് പാഠമാകുന്നത്? അല്ലെങ്കിൽ ആദ്യ പാഠശാലയിൽ നിന്ന് വളർന്നു വരേണ്ടതാരാ? മക്കളാണല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ട് സമൂഹം മോശമാകുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമാണ്: മാതാപിതാക്കൾ മോശമായി എന്നാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറെ ഈ വിഷയം ചർച്ച ചെയ്യാൻ മാത്രമുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. വളരെ പ്രസക്തമായി ചില ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസക്തമായ ഒരു ഹദീസ് ശ്രദ്ധിച്ചോളൂ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് സുന്ദരമായ പ്രകൃതത്തിന്റെ മേലിലാണ്. ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ്. യുഹബ്ബിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനി, അവന്റെ മാതാപിതാക്കളാണ് അവനെ നാശമാക്കി കളയുന്നതുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നല്ല ഒരു തലമുറയെ നമ്മൾ ആഗ്രഹിക്കുന്നവോ ആദ്യം നന്നാവേണ്ടതാരാ? ആദ്യം നന്നാവേണ്ടത് ഈ തലമുറയെ സൃഷ്ടിക്കുന്ന മാതാവും പിതാവുമാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിന്റെയും ആദ്യത്തെ പാഠശാല ആ സമൂഹത്തെ ജനിപ്പിക്കുന്ന പിതാവാണ്, മാതാവാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയമായി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മനഃശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഒരു പഠനം. 2 കുട്ടികൾ ജനിച്ചപാടെ ഈ 2 കുട്ടികളെ ഒരു പ്രത്യേകമായ റൂമിനകത്ത്, പ്രത്യേകമായി സംവിധാനം ചെയ്ത റൂമിനകത്ത് ഈ 2 കുട്ടികളെയും അടച്ചുപൂട്ടി. 2 കുട്ടികളെയും അടച്ചുപൂട്ടി. അവർക്ക് സമയമാകുമ്പോ അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ആ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കും. ഈ കുട്ടികൾ വളർന്നു 12 വയസ്സ് പ്രായമാകുന്നത് വരെ റൂമിനകത്ത് അവരെ അടച്ചുപൂട്ടി വളർത്തി. 12 വയസ്സ് കഴിഞ്ഞപ്പോഴും ഈ 2 കുട്ടികൾക്കും ഒരക്ഷരം പോലും സംസാരിക്കാൻ അറിയില്ല. ഒരക്ഷരം സംസാരിക്കാൻ അറിയുന്നില്ല. ഈ കുട്ടികൾക്ക് ഒരു കാര്യവും അവർക്ക് സ്വയം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല. 12 കൊല്ലമായപ്പോ മനഃശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആലോചിക്കൂ, നമുക്കിടയിൽ 12 വയസ്സായ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 12 വയസ്സായ കുട്ടിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുള്ള അവന്റെ അറിവ്, അവന്റെ പക്വത, അല്ലെങ്കിൽ അവനാവശ്യമായ അനുഭവങ്ങൾ എവിടുന്ന് കിട്ടി? ആദ്യമായി കിട്ടിയത് അവന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമാണ്. അവന്റെ മാതാവിൽ നിന്ന് ഏറെ പ്രസക്തവും അവന്റെ മാതാവ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ പുണ്യനബി പറഞ്ഞ എന്താ? പെണ്ണ് നന്നാവണം, പെണ്ണ് നന്നാവണം, പെണ്ണ് നന്നാവണം. ഒരു ഹദീസ് ഇപ്രകാരം വായിക്കാനും കഴിയും നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. എന്തൊരു വാക്കാണത്! ഭാര്യ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഏത് രീതിയിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ വലിയൊരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും തലമുറയുടെ കാര്യം പറഞ്ഞപ്പോ, കുടുംബം നന്നാകുന്ന കാര്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് പെണ്ണു നന്നാവണേ, പെണ്ണു നന്നാവണേ, പെണ്ണു നന്നാവണേ എന്നാണ്. എന്തുകൊണ്ടാ പെണ്ണു നന്നാവണമെന്ന് പറഞ്ഞത്? കുടുംബത്തിലെ നാഥയായ ഉമ്മ നന്നാവണമെന്ന് പറഞ്ഞത് എന്താ? ആ കുടുംബത്തിലെ കുട്ടികളേറെ സമയവും ചെലവഴിക്കുന്നത് ഭാര്യമാരുടെ കൂടെയാണ്, ഉമ്മയുടെ കൂടെയാണ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ കുടുംബം, പലരുടെയും കുടുംബം നാട്ടിലല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ജീവിതത്തിൽ എത്ര സമയം കണ്ടിട്ടുണ്ടാവും? നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ എത്ര സമയം കണ്ടിട്ടുണ്ടാകും? വളരെ വിരളമല്ലേ നമ്മൾ കണ്ട സമയം. എന്നാൽ നമ്മുടെ മക്കൾ അധിക സമയവും ചെലവഴിക്കുന്നത് ആരുടെ കൂടെയാണ്? ഉമ്മയുടെ കൂടെയാണ്. ജീവിതത്തിൽ ആ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യം ഈ കുട്ടി കാണുന്നത് ആരെയാ? മാതാവിനെയാണ്. മാത്രമല്ല, ഇന്ന് വൈദ്യശാസ്ത്രം ആ കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാതാവിന്റെ സ്വഭാവം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്.
പഠന വിധേയമാക്കേണ്ടതാണ്. എവിടെ മുതൽ ആ കുട്ടി ജനിച്ചത് മുതലല്ല. ഈ കുട്ടി 10 മാസവും കിടക്കുന്നത് എവിടെയാണ്? ഗർഭപാത്രത്തിലാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിതാവിന്റെ ഇന്ദ്രിയത്തുള്ളി ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നത് മുതൽ കുഞ്ഞായി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നവരെ ഈ കുട്ടി കിടക്കുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്. അതുകൊണ്ട് എവിടെയാണോ ഈ കുട്ടി കിടന്നത്, ആ കിടന്ന സ്ഥലം ഈ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ ഏറെ പ്രസക്തമാണ് എന്റെ സഹോദര. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. ഖുർറത അയ്യുൻ എന്ന് രണ്ടാമതാണല്ലോ മക്കളെ കുറിച്ച് പറഞ്ഞത്. ഖുർറത അയ്യുൻ, കൺകുളിർമയേകുന്ന മക്കളുണ്ടാകണോ, കൺകുളിർമയേകുന്ന ഭാര്യമാരുണ്ടാകണമെന്നാണ് അതിന്റെ മുന്നോടിയായി ഖുർആൻ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? 10 മാസവും കിടക്കുന്നത് ഈ ഗർഭത്തിനകത്താണ്, അത് ഈ ഗർഭപാത്രത്തിലാണ്. അതുകൊണ്ട് ആ ശരീരത്തിന്റെ സ്വഭാവം ഈ കുട്ടിയിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മെനിഞ്ഞാന്ന് ഞങ്ങൾ ടേബിളിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ 2-3 ആളുകൾക്ക് പഞ്ചസാരയുള്ള സാധനമൊന്നും പറ്റില്ല. അപ്പൊ അതിലെ എന്നെ പോലെ തന്നെ വേറെ ചെറുപ്പക്കാരുണ്ടായപ്പോ ഞാൻ ചോദിച്ചു മധുരം പറ്റില്ല എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു അത് എനിക്ക് 24-ാമത്തെ വയസ്സിൽ വന്നിട്ടുണ്ട്, പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു. പാരമ്പര്യമാണ് അവൻ പറഞ്ഞത്, പാരമ്പര്യമാണ്. എന്ത്? ഷുഗർ. എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് പ്രഷറുമുണ്ട്, എന്റെ വാപ്പ മരണപ്പെട്ടത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നിട്ടാണ്, മാരകമായ രോഗത്തിൽ കിടന്ന ഉപ്പ മരിച്ചത്. എന്നിട്ട് പറഞ്ഞു എനിക്ക് 24-ാമത്തെ വയസ്സിൽ അത്ര നേരത്തെ വരാൻ കാരണം എന്റെ വാപ്പക്ക് അതുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവൻ പറഞ്ഞു എന്റെ ഉമ്മാക്കുണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം പറയുന്നത് എന്താ? വൈദ്യശാസ്ത്രം പറയുന്നത് വാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ മകന് ഷുഗർ വരാനുള്ള സാധ്യത 60%. വാപ്പാക്കും ഉമ്മാക്കും ഷുഗർ ഉണ്ടായിരുന്നെങ്കിലോ 100% ആ മക്കൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത. എന്താ പറയുന്നത്? ശാരീരികമായ പിതാവിന്റെ മാതാവിന്റെ സ്വഭാവം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. എവിടെ വെച്ച്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ സ്വഭാവമോ? ശരീരത്തിന്റെ ഘടകം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ സ്വഭാവം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മാനസിക വിഭ്രാന്തിയുള്ള വാപ്പയുടെ മക്കളാണെങ്കിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതേപോലെ മാനസികമുള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്ക് മാനസികമുള്ള ഘട്ടത്തിൽ ജനിച്ച കുഞ്ഞിന് മാനസികമുണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പൊ എന്താ പഠിപ്പിക്കുന്നത്? മനസ്സിന്റെ സ്വഭാവം പോലും ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദുസ്വഭാവിയാണ് ഭാര്യയെങ്കിൽ, ദുസ്വഭാവിയാണ് പിതാവെങ്കിൽ ആ ദുസ്വഭാവം ഈ കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പറയേണ്ടതുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ ഹബീബ് മാതൃകാപരമായ സമാധാനപൂർണമായ കുടുംബം ഭൂമിയിൽ നിലനിൽക്കാൻ പുണ്യനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിന്റെ അടിത്തറയാകുന്ന സ്ത്രീയും പുരുഷനും നന്നാവലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മക്കൾ നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? ഉമ്മമാരുണ്ടോ? മക്കളെ ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടം ഏറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. അതാണ് പണ്ട് കാലത്തൊക്കെ സമൂഹത്തിലുള്ള നമ്മുടെ കുടുംബത്തിൽ വലിയുമ്മമാരുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ലെന്ന് അണുകുടുംബമാണ്. അണുകുടുംബം എന്നാൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീടിന് കുറ്റിയടിച്ചിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീട് മാറിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെ ഉപദേശിക്കാൻ ആളുകളില്ല. പണ്ടൊക്കെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ഉമ്മ പ്രായമായ അല്ലെങ്കിൽ ഗർഭിണിയായ മോളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന സമയത്ത് എന്താ പറയാ? മോളെ നീ ഗർഭിണിയാ, അതുകൊണ്ട് മോളെ നീ ശ്രദ്ധിക്കണം, കളവ് പറയരുത്, മോളെ എല്ലാ നന്മയും ചെയ്യണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, മോളെ നല്ലതു മാത്രം ചിന്തിക്കണം, നല്ലതു മാത്രം പറയണം. എന്താ കാരണം? ഇതൊക്കെ ഈ കുട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഭർത്താവ് കൂടെ ചെന്ന ഭർത്താവിനെ ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താ പറയാ? പിന്നെ ഭാര്യ ഗർഭിണിയാ, അവളോട് ഭാരമുള്ള ജോലി ചെയ്യിപ്പിക്കരുത്, പിന്നെ അവളെ ടെൻഷൻ ആക്കരുത്. ഡോക്ടർമാർ പറയാറില്ലേ ടെൻഷൻ ആക്കരുത്. എന്താ? അത് ഗർഭത്തിലുള്ള കുട്ടിയെ ബാധിക്കുന്നു എന്നർത്ഥം. ചിന്തിക്കണം നിങ്ങൾ. ഇത് മാത്രമല്ല, സ്വഭാവങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കുടുംബത്തെ ആഗ്രഹിക്കണോ? നല്ല പെണ്ണിൽ നിന്നല്ലാതെ നല്ല കുടുംബം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരു കുട്ടി ജനിച്ചു വീണു കഴിഞ്ഞാലോ നല്ലോ ശ്രദ്ധിക്കണം.
ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഈ കുട്ടി ഏറെ സമയം ചെലവഴിക്കുന്നത് ആരുടെ കൂടെയാണ്? ഉമ്മയുടെ കൂടെയാണ്. അപ്പൊ ഈ കുട്ടി മാത്രമല്ല, ഒരു മനഃശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ഏറെ പ്രസക്തം. പണ്ട് ഒരു തമാശ എന്നോണം പറയാറുണ്ട്. തമാശ പറഞ്ഞതാണോ ഞാൻ കാര്യം പറഞ്ഞതോ എനിക്കറിയില്ല. ഏതായാലും ഞാൻ കേട്ടിട്ടുണ്ട്, രണ്ടുപേർ വിവാഹിതരായ ആളുകൾ. ഒന്ന് പുരുഷൻ, അയാൾ മഹാ പോക്കറ്റ് അടിക്കാരനാണ്. ടൗണിലൊക്കെ നടന്നിട്ട് പോക്കറ്റ് അടിക്കും, ആളുകളുടെ പോക്കറ്റ് അടിക്കും. ഇയാളൊരു ഭാര്യ ഇങ്ങനെ അന്വേഷിച്ചു തുടങ്ങി. അന്വേഷിച്ചപ്പോ ഇയാൾക്ക് യോജിച്ചൊരു തുണയെ കിട്ടണല്ലോ. മൂപ്പർ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം ഇയാൾക്കൊരു ഒത്ത ഭാര്യയെ കിട്ടി, പോക്കറ്റ് അടിക്കാരായ ഒരു പെണ്ണിനെ. അങ്ങനെ രണ്ടുപേരും കുഫുവത്തു, കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ബന്ധത്തിൽ പെണ്ണ് ഗർഭിണിയായി പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. തമാശയാണെങ്കിലും ഇതേറെ ഒരുപാട് ചിന്തനാർഹമായ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നു, പ്രസവ വാർഡിലേക്ക് പെണ്ണിനെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവം നടന്നു. അല്പസമയം കഴിഞ്ഞു, പ്രസവിച്ച പെണ്ണിനെ വാർഡിലേക്കാക്കി, കുട്ടിയെയും വാർഡിലേക്ക് കൊണ്ടുവന്നു. പ്രസവമൊക്കെ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ പ്രസവത്തിൽ പങ്കാളിയായിരുന്ന ഒരു നേഴ്സിന്റെ മാല കാണാനില്ല. നേഴ്സിന്റെ മാല കാണുന്നില്ല. ആകെ ചർച്ചയായി നേഴ്സുമാർക്കിടയിൽ. അങ്ങനെ നേഴ്സുമാർക്കിടയിൽ എല്ലാവരും പല സ്ഥലത്തും അന്വേഷിച്ചു. വീണു പോയതായിരിക്കും ഒക്കെ ശ്രദ്ധിച്ചു, എവിടെയും കാണാറില്ല മാല. അവസാനം ഒരു നേഴ്സ് വന്നിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ശരീരമൊക്കെ ഒഴിഞ്ഞു പാകപ്പെടുത്തും. അപ്പൊ എങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് എങ്ങനെ ഒരു കൈ നിവർത്തി വെക്കുമ്പോൾ നിവർത്തി, മറ്റൊരു കൈ എങ്ങനെ പിടിച്ച് നിവർത്തിയിട്ട് നിവരുന്നില്ല, വിരലൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ 4-5 നേഴ്സുമാരൊക്കെ കൂടി പിടിച്ചു വലിച്ച് നിവർത്തി നോക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ നേഴ്സിന്റെ മാല ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പൊ മൂപ്പർ എന്താ ചെയ്താരോ, ഈ കുട്ടി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ തന്നെ മൂപ്പർ ആദ്യം ചെയ്തത് പോക്കറ്റ് അടിയാണ്. കാരണം വാപ്പിമ്മയും പോക്കറ്റ് അടിക്കാരായിരുന്നു. വളരെ പ്രസക്തമാണ്. തമാശയിലാണ് ഇത് പറയാറുള്ളതെങ്കിലും ശരി, വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, മക്കൾ നന്നാവണം എന്ന് വാപ്പയുമ്മയും വിചാരിക്കുന്നു. ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട്, കുട്ടികൾ നിന്റെ മാതിരി ആവരുതെന്ന് എന്റെ വിചാരം. ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. എന്റെ മക്കൾ എന്റെ മാതിരി ആവരുത്, അവരേറ്റവും നല്ല ആളുകളാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിചാരം മഹാവിഡ്ഢിത്തമാണ്. അങ്ങനെ നടക്കില്ല. പുണ്യനബിയാ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാവണോ, അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃകകളായി നിങ്ങൾ മാറണം. അതിലേറ്റവും പ്രധാനം ഭാര്യയാണ്, ഉമ്മയാണ്. കാരണം ഈ കുട്ടി ഏറെ സമയവും ചെലവഴിക്കുന്നത് ഉമ്മയുടെ കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എപ്പോഴും ശ്രദ്ധിക്കാൻ ഉമ്മയാണ് ശ്രദ്ധിക്കുക.